സത്യൻ സാറിൻ്റെ മോൻ്റെ അഖിൽ സത്യൻ സാറിൻ്റെ നിവിൻ പോളിയുടെ ഒരു പടം ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മളുടെ ഈ പടം, പിന്നെ കംപ്ലീറ്റ് ഡ്രോണിലുള്ളൊരു സിനിമ ചെയ്തു. അത് ഒരു അവാർഡിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഡ്രോണിലാണ്. അത് നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണികണ്ഠൻ ആചാര്യ നായകനായിട്ടുള്ളൊരു പടം ചെയ്ത്. പിന്നെ ഇനി അടുത്തത് ഷൂട്ട് ചെയ്യാനിരിക്കുന്നത്, എനിക്കത് പറയാൻ തന്നെ പേടിയാണ്, കാരണം ദൃശ്യം 3-ലാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ അതിങ്ങനെ എനിക്കിങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഡേറ്റ് പറഞ്ഞു, പിന്നെ ലാലേട്ടിന് അവാർഡൊക്കെ കിട്ടി, അങ്ങനെ ആ ഡേറ്റൊക്കെ മാറി. പിന്നെ ഇപ്പോൾ 1-ാം തീയതി പറഞ്ഞു, ആ ഡേറ്റ് മാറി. ഇനി എനിക്ക് പറഞ്ഞിരിക്കുന്നത് 18-ാം തീയതിയാണ്. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചതിന് ശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഹൃദയപൂർവ്വം പോലും ഞാൻ ട്രെയിലറിലുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി. കാരണം നമ്മൾ ഉണ്ടോ ഇല്ല ഒന്നും നമുക്ക് അറിയില്ലല്ലോ. നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞ പോലെ ചെന്നിരുന്നിട്ട് നമ്മളില്ലെങ്കിൽ തീർന്നില്ല. അപ്പം അതുപോലെ ഇനി ദൃശ്യം 3-ആണ് ഇനി എനിക്ക് ഷൂട്ടുണ്ട്. അറിയില്ല, എനിക്ക് അതാണ് ആഗ്രഹം. എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഞാൻ എല്ലായിടത്തും പോയി പറയും, ഞാൻ ശരിക്കും ലാലേട്ടൻ ഇല്ലാതെയാണ് ഞാൻ അഭിനയിച്ചത് വീഡിയോ കോളിൽ. പക്ഷെ ഉറപ്പായിട്ട് ലാലേട്ടൻ എന്നെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പ്രാവശ്യം എന്നെ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ആണ് ലാലേട്ടൻ തിരിച്ച് എക്സ്പ്രഷൻ ഇട്ടേക്കുന്നത്. അപ്പം എന്തായാലും ഉറപ്പായിട്ടും എന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ദൃശ്യം 3-ല് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.